ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലേണിഫൈൻ്റെ പുതിയൊരു SLG രണ്ടാമത്തെ ചാപ്റ്ററിലെ പ്രിഡിക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് പ്രിഡിക്ഷൻ നമ്മളിപ്പോൾ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നിട്ടുമുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എനിവേ നമ്മൾ എന്താ ചെയ്യാൻ പോകണം അറിയാം. ഇന്നത്തെ നമ്മുടെ SLG രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചാപ്റ്റർ 1 ചെയ്തു, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നൽകിയിരുന്നു. അതൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. സോ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇത്, കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതായത് ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് ഓണപ്പരീക്ഷ ചോദിക്കുക, അത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ഇത് തന്നെ പഠിച്ചാലൊക്കെ മതിയാണ്, 10 ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് കടക്കാം. എന്താണ് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് നോക്കാം അല്ലെ, ക്ലിയർ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് 1 മാർക്കിന്റെ ചോദ്യങ്ങളായിരുന്നു നിൽക്കുന്നത് വെച്ചാൽ, നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോംഡ് ബൈ എത്തനോൾ ഓക്സിഡൈസ്ഡ്. എത്തനോൾ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആളാരാണ്? അത് എത്തനോയിക് ആസിഡ് ആണ് കേട്ടോ. എത്തനോൾ ഓക്സിഡൈസ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന എത്തനോയിക് ആസിഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം. വിച്ച് ഗ്യാസ് എവല്യൂഡ് ഡ്യൂറിംഗ് ദ റിയാക്ഷൻ ഓഫ് എത്തനോയിക് ആസിഡ് വിത്ത് സോഡിയം കാർബണേറ്റ്. അതായത് എത്തനോയിക് ആസിഡും സോഡിയം കാർബണേറ്റും പ്രവർത്തിക്കുമ്പോൾ ഉത്പാദിക്കുന്ന വാതകം ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് CO2. എത്തനോളും അതേപോലെ എത്തനോളും കാർബണേറ്റും കൂടി മിക്സ് ആയിട്ട് കിട്ടുമ്പോഴുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. നിങ്ങൾ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 1 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ, സെറ്റ് ഓഫ് ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കാം, അടുത്തത് 2 മാർക്കിന്റെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് എസ്റ്ററിഫിക്കേഷൻ. കെമിക്കൽ ഇക്വേഷന്റെ കെമിക്കൽ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു SLC രണ്ടാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഇക്വേഷൻ അത്രയും അധികം ഇമ്പോർട്ടന്റ് ആണ്. എത്തനോയിക് ആസിഡിന്റെ അല്ലെങ്കിൽ എസ്റ്ററിഫിക്കേഷന്റെ ഇക്വേഷൻ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. മച്ചാമാരെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് ദ എസ്റ്റർ ആൻഡ് റൈറ്റ് വൺ യൂസ്. എന്താണ് എസ്റ്റർ, അതിനെ കൊണ്ടുള്ള ഒരു ഉപയോഗം ഏതാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നും, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം നോക്കാം. ഇതിന്റെ സിലബസ് ആണ്, ക്വസ്റ്റ്യൻസ് ലിമിറ്റഡ് ആണ്, പക്ഷെ എന്റെ അടുത്ത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻ ലഭിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എസ്റ്റർ എന്നാൽ എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ് നിങ്ങൾ നോക്കുക കേട്ടോ. നോക്കാം, ആൻസർ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് തന്നെ ഒന്ന് ഇത് നോക്കാനേ ഉള്ളൂ. സിമ്പിൾ ആണ് നമ്മളിതൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ എടുത്ത് നോക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ്. പ്രധാനമായിട്ട് നമ്മുടെ എസ്റ്ററിഫിക്കേഷന്റെ ഈ ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. ഞാനിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 hour റെക്കോർഡിംഗ് ആണ്, ഒറ്റ സ്റ്റിച്ച് റെക്കോർഡിംഗ് ആണ് സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് നൽകണം. അപ്പൊ കുറച്ചൊന്ന് വെള്ളം കുടിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പം ആ ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടി. അപ്പം നെക്സ്റ്റ് നോക്കാം. അത്രേ ഉള്ളൂ, 2 മാർക്കിന്റെ ചോദ്യം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും, ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ. അപ്പൊ നിങ്ങൾ ഇത്രയും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്ന ഇതൊന്നും അല്ല, ഇനിയും ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് എക്സാമിന്റെ തലേന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രഡിക്ഷൻ ചെയ്യാം. ക്ലിയർ ആയിട്ട് നമ്മൾ പ്രഡിക്ഷൻ ചെയ്യും, വിത്ത് ക്വസ്റ്റ്യൻസ് അടക്കം പ്രഡിക്ഷൻ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മൾ ആ വീഡിയോയിലേക്ക് വരാം. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുറന്ന് ചെയ്യാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. അത് മാത്രം ചെയ്താൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. വൃത്തിയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് നിങ്ങൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, ഈ ചോദ്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അതേപോലെ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം റീഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ എല്ലാ ദിവസവും ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും 7 മണി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടംപോലെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇതൊരു ആഗ്രഹമാണ്. ഈ ഒരു മാസം നമ്മൾ ഈ ഓണപ്പരീക്ഷ നമുക്ക് ഒരു വാട്സപ്പ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി നമ്മുടെ ചാനലിൽ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോസ് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മുഴുവനായിട്ട് കാണാനൊക്കെ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം. നമുക്ക് 3ാമത്തെ ചാപ്റ്ററിന്റെ പ്രഡിക്ഷനിലേക്ക് പോകാം.